നടക്കുന്നവൻ എത്ര വലിയ കേമനാണെങ്കിലും ഈ കേസ് ഇനി വേണ്ടെന്ന് വെച്ച് കോടതിയിൽ നിന്ന് ഓടിപ്പോകും. അവൻ എന്നെക്കുറിച്ച് ശരിക്കറിയാതെയാണ് വാദിക്കാൻ എത്തുന്നത്. അവൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ രണ്ടുത്തരം കൊടുത്തവനെ പൂട്ടുന്നത് കണ്ടു. അവൻ വലിയ പുലിയാണെന്ന മായ വിചാരിച്ചേക്കുന്നത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളുടെ മുഖത്ത് ഒരു ചിരിയും ഉണ്ടാവില്ല. ഇത്രയും കാലം ഞാൻ ആർക്കൊക്കെയോ വേണ്ടി വാദിച്ചിട്ടുണ്ട്. ഇപ്പോ എന്റെ സുഹൃത്തിന്റെ മകന് വേണ്ടി വാദിക്കുന്നു. അവളുടെ പിന്നിലെ മേലെ മേധവനാണെങ്കിലും അടിച്ചമർത്തിയിരിക്കും. ഒരുപാട് കാലമായിട്ട് അദ്ദേഹം എന്നെ ടോർച്ചർ ചെയ്യാണ് സാർ. അതുകൊണ്ടാണ് അദ്ദേഹം ബാംഗ്ലൂർ പോയ സമയത്ത് CCTV ക്യാമറ സെറ്റ് ചെയ്തത്. വീട്ടിൽ വന്ന ഉടനെ അയാളുടെ മോഹം തീർക്കാൻ എന്നെ ഫോഴ്സ് ചെയ്തു. ഇപ്പൊ വേണ്ട, എനിക്ക് പീരിയഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോഴും സാരമില്ലാന്ന് പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്തു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വാസ് എടുത്ത് എന്റെ തലയിലടിച്ചു, കഴുത്ത് നരിച്ചു, ഡൈനിങ് ടേബിളിലേക്ക് തള്ളിയിട്ടു. എപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കയ്യിൽ കിട്ടിയ ചുറ്റിക കൊണ്ട് ഞാൻ അടിച്ചു. മതി മാഡം, യു മേ ലീവ് നൗ. കണ്ടില്ലേ യുവർ ഓണർ, സെക്ഷൽ പോവട്ടായ രാജ്കുമാർ അയാളുടെ പഠിപ്പും സംസ്കാരവും നമുക്ക് കാണിച്ചു തന്നു യുവർ ഓണർ. സ്വന്തം ഭാര്യയുടെ ആരോഗ്യസ്ഥിതി പോലും മനസ്സിലാക്കാതെ അവളെ കിടപ്പറയിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നു. ഇത് ശരിക്കും നാണം കെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് യുവർ ഓണർ റേപ്പ്, അൺനാച്ചുറൽ സെക്സ്, അറ്റംപ്റ്റ് മർഡർ എന്നെല്ലാം ചേർത്ത് കഠിനമായ ശിക്ഷ നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചത്. ഒബ്ജെക്ഷൻ. സംഗതി കഴിഞ്ഞോ സാറേ? ഇനി അതല്ലാതെ ഈ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ വല്ലതും പറയാനുണ്ടോ? ഓർഡർ ഓർഡർ ഓർഡർ. വിശ്വാസ് സാർ നന്നായിട്ട് മോണോലോഗ് പ്രിപ്പയർ ചെയ്തിട്ടാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് യുവർ ഓണർ. നല്ല രസകരമായ മോഡുലേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ. നൗ കമ്മിങ് ടു ദ പോയിന്റ്. ഇന്ന് ഒരു നല്ല പടം കണ്ടിട്ടാ വന്നത്. അതായത് മായ TVയില് മഹതി മാഡം തന്നെ ഡയറക്റ്റ് ചെയ്ത അടിപൊളി ഒരു ഡബിംഗ് പടം, ശ്രീ ലക്ഷ്മി ഗണപതി ഫിലിംസ്. ഊമ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഡബിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ ഇരുന്നുകൊണ്ട് താനാരോ പാടി, ഇദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നാരോ പാടി. ഇതേതോ ഡോക്ടർ ഒരു തമാശ എഴുതിയപ്പോ മെഡിക്കൽ ഷോപ്പുകാരൻ മാത്രം ചിരിച്ചു അത്രേ. അതുപോലുണ്ട് ഈ തമാശ. ഗുഡ് ജോബ് മഹതി മാഡം. ഡബിംഗിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. മൈ ബ്ലെസ്സിങ്സ് ആർ ഓൾവേസ് വിത്ത് യു. ചെവിയിൽ കേട്ട കാര്യം വിശ്വസിക്കാതിരിക്കുമ്പോൾ കണ്ട കാര്യമെങ്കിലും വിശ്വസിക്കണ്ടേ യുവർ ഓണർ? ആ വീഡിയോ കണ്ടാൽ തന്നെ നടന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. മറ്റൊരു കാര്യം കൂടി ഉണ്ട് യുവർ ഓണർ. വസിഷ്ഠ സാറിന്റെ ഉള്ളിൽ നല്ലൊരു കൊമേഡിയൻ ഉണ്ട്. സൗണ്ട് എഫക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരെയും നന്നായിട്ട് ചിരിപ്പിക്കും. കൊള്ളാം. കോമഡിയിൽ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് സാർ. സൈലൻസ്. മിസ്റ്റർ വസിഷ്ഠൻ, I'm sorry, Your Honor. ഇതുവരെ നമ്മൾ കേട്ടത് വേറെ, അവിടെ നടന്ന കാര്യം മറ്റൊന്ന്. വീഡിയോ പ്ലീസ്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ എന്റെ ക്ലയന്റ് രാജ്കുമാർ പതിവ് പോലെ സ്വന്തം ഭാര്യയെ ആഗ്രഹിച്ച് തലോടാൻ തുടങ്ങി. അയാൾ ഒരു പാവം മനുഷ്യൻ. ഇത്രയധികം പ്ലാൻ ചെയ്തിട്ട് ഒരു CCTV ക്യാമറ അവിടെ ഫിക്സ് ചെയ്യുന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. സ്നേഹം കൊണ്ട് ഒരുപാട് അവളെ ചേർത്ത് പിടിച്ചു. ചുമ്മാ ദേഷ്യം കയറ്റാൻ അവൾ ഒഴിഞ്ഞു മാറുമെന്ന് വിചാരിച്ചു. വീണ്ടും മഹതി അതേപടി ഇയാളുടെ കുടുംബത്തെ പെരുവഴിയിലേക്ക് വലിച്ചടയ്ക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. അവൾ ആ പറഞ്ഞത് എന്റെ ക്ലയന്റ് രാജ്കുമാറിന് തീരെ സഹിച്ചില്ല. ദേഷ്യം കൊണ്ട് ഫ്ലവർ വാസ് എടുത്ത് അടിച്ചു. സ്വയം നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ഇവൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ചുറ്റിക എടുത്ത് ആഞ്ഞ അയാളുടെ തലയിൽ അടിച്ചിരിക്കുന്നു. അയാളുടെ ജോ ലൈൻ ഡാമേജ് ആകുന്ന പോലെ മുഖത്തും അറ്റാക്ക് ചെയ്തു. യുവർ ഓണർ, ഇപ്പൊ എന്റെ ക്ലയന്റ് രാജ്കുമാർ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം കൈയക്ഷരത്തിൽ എന്താ സംഭവിച്ചതെന്ന് എഴുതിയ ലെറ്റർ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് യുവർ ഓണർ.
ഒബ്ജെക്ഷൻ യുവർ ഓണർ. മഹതി ഡബ്ബിംഗ് ചെയ്തെന്ന് കുറച്ച് മുന്നേ അദ്ദേഹം കളിയാക്കിയല്ലോ. ഇപ്പൊ ഇദ്ദേഹം എന്തായി ചെയ്യുന്നേ? ശരിക്കും സത്യം ഇതൊന്നും അല്ല യുവർ ഓണർ. ഇന്നെങ്കിലും ഒന്ന് വിട്ടേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കൺട്രോൾ ഇല്ലാതെ രാജ്കുമാർ മഹതിയെ അറ്റാക്ക് ചെയ്യാണ് ഉണ്ടായത്. സ്വന്തം പാർട്ട്ണർ ഒന്ന് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പോലും സെക്ഷുവൽ ഡിസയർ കൺട്രോൾ ചെയ്യാതെ ഫോഴ്സ് ചെയ്യുന്നതിനെ റേപ്പ് എന്ന് തന്നെയാണ് പറയാറുള്ളത് സർ. ഒരു പക്ഷെ സ്വന്തം ഭാര്യ ആയിരുന്നാലും വേറൊരു പെണ്ണാണെങ്കിലും മോശപ്പെട്ട സ്ത്രീ ആയാൽ കൂടി അത് റേപ്പ് തന്നെയാണ് സർ. ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതല്ല. സിനിമ ഡയലോഗ് എന്നോട് വേണ്ട. ഇത്രയൊക്കെ സംസാരിക്കുന്നതിന് പകരം ആ CCTV ഫുട്ടേജ് ശരിക്കൊന്ന് നോക്കിക്കേ. ഇതിലും നല്ലത് ചിന്താമണി കൊലക്കേസ് എന്ന് സിനിമ കോപ്പി ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു, വക്കീലിന്റെ സാമർഥ്യം കാണിക്കാൻ. അങ്ങനെ വിചാരിച്ചാൽ നോ മീൻസ് നോ എന്ന് പറഞ്ഞ പടം തന്നെ പെണ്ണെന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാ വിശ്വസിക്കണ്ടേ? റേപ്പ് എന്ന പദത്തിനെ എത്ര ഈസി ആയിട്ടാ നിങ്ങൾ വളച്ചൊടിച്ചേ. റേപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു കൾപ്രറ്റ് വന്ന് വിക്ടിമിന്റെ പുറത്ത് അറ്റാക്ക് ചെയ്ത് മെന്റലായിട്ട് ഡാമേജ് ചെയ്ത് ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്ത് അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിട്ട് പോകുന്ന ഒരു കൃത്യം. അങ്ങനെയുള്ള റേപ്പ് എന്നുള്ള ഒരു പദത്തെ ഒരു പവിത്രമായ റിലേഷൻഷിപ്പിൽ യൂസ് ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു യുവർ? ഒരു ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു ഭർത്താവിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതുപോലെ തന്നെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നത് ഒരു ഉത്തമ ഭാര്യയുടെ കടമയാണ്. ശരി സർ, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് തന്നെ വെച്ചോ. രാവിലെ എഴുന്നേറ്റ് കോഫി ഉണ്ടാക്കുന്നത്, 3 നേരം ഭക്ഷണം വെക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, രാത്രി കിടപ്പറയിൽ സുഖം കൊടുക്കുന്നത്, ഇതെല്ലാം ഭാര്യയുടെ ബാധ്യത തന്നെയാ. പകരം ഭർത്താവ് ജോലിക്ക് പോകുന്നത്, സമ്പാദിക്കുന്നത്, കാശ് കൊടുക്കുന്നത്, സ്നേഹിക്കുന്നത്, ഇതെല്ലാം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ശമ്പളം അല്ലേ സർ? അങ്ങനെയല്ലേ? ഓക്കെ, അതാണ് റൈറ്റ് എങ്കിൽ, അത് തന്നെയാണ് റൈറ്റ് എങ്കിൽ അവള് ചെയ്യുന്ന ജോലി വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് വിചാരിച്ച് സ്വന്തം വീടൊരു ഓഫീസ് പോലെ കരുതി അതിനകത്ത് വേണ്ട വേണ്ടെന്ന് കെഞ്ചിയിട്ട് പോലും ഇതുപോലുള്ള ആൾക്കാരാണ്, ഇങ്ങനെയുള്ള ആൾക്കാരാ ഓഫീസിൽ ബോസ് ആവുന്നതും ഇത്തരം സിറ്റുവേഷനിൽ സെക്ഷുവൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് വിളിച്ച് കൂവുന്നതും തെറ്റ് തന്നെയാണ്. ശരിക്കും തെറ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ സമതല തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ എന്താ പറയണെന്ന് പുള്ളിക്കാരന് തന്നെ യാതൊരു പിടിയില്ല. ഏതോ ഒരു കാരണത്താൽ എന്റെ ക്ലയന്റ് രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള പിടിവാശി കാണിക്കുക എന്നുള്ളതല്ലാതെ എനിക്കിതിൽ യാതൊരു ക്ലാരിറ്റിയും തോന്നുന്നില്ല. അവിടെ ഇരിക്കൂ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. മിസ്റ്റർ വസിഷ്ഠൻ, യു കണ്ടിന്യൂ. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, കാശും സെക്സും ഒക്കെ ലോകത്തിൽ ഏതൊരു മനുഷ്യനും വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി വാശി കാണിക്കുന്നവരെ പറ്റി ഇത്ര നീചമായിട്ട് സംസാരിക്കുന്ന എന്തിനാ ഇവിടുത്തെ ജനങ്ങള്? അങ്ങനെ ബലിയാടായവരിൽ ഒരാളാണ് എന്റെ ക്ലയന്റ് രാജ്കുമാർ. ഇതിന്റെ ഫസ്റ്റ് കൾപ്രിറ്റ് ആരെന്ന് ചോദിച്ചാ സോഷ്യൽ മീഡിയ. അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ കൂടിയത്. പോസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ലോയറാണ്, കമന്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ജഡ്ജിമാരും, ഓരോ വീടും കോടതിയാണ്. ഫേമസ് ആകുന്നത് ഇങ്ങനെ ഞൊട്ടവിടുന്ന പോലെയാ. വീഡിയോസും റീൽസും കൊണ്ട് നിർത്തിയിരുന്നത് നന്നായിരുന്നേരാ ഈ സംഗതി. മറിച്ച് ആണുങ്ങളെ നാണം കെടുത്തിയിട്ട് അവരെ തന്നെ റേപ്പിസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഇന്നത്തെ കാലത്ത് കോമൺ ആയിരിക്കുക. കോടതിയിലേക്ക് വരുന്ന കേസിന്റെ എല്ലാം ഒരു ട്വീറ്റോടെയാണ് വിധി നിർണ്ണയിക്കുന്നത്. യുവർ ഓണർ, ഇതിനു മുമ്പ് നമ്മൾ എത്ര സോ കോൾഡ് മാരിറ്റൽ റേപ്പ് കേസ് കേട്ടിട്ടുണ്ട്? വളരെ കുറച്ച്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വിവാഹ ബന്ധത്തിന് നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ കൊടുക്കുന്ന മതിപ്പാണത്. അത് മര്യാദയല്ല സർ, അതിനെ ഭയം എന്നാണ് പറയുന്നത്. ഒരു ലോയർ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ? മിസ്റ്റർ വസിഷ്ഠൻ, എത്രാമത്തെ കേസാ? എത്രാമത്തെ കേസാ ഇത്? കോടതിയാണ്. ഫസ്റ്റ് കേസാ. എന്റെ എത്രാമത്തെ കേസാന്നറിയോ? 50ാമത്തെ. ഇത് കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സീനിയറിന് മര്യാദ കൊടുക്കാൻ പഠിക്കേ. ഇരിക്കവിടെ, ഇരിക്കാൻ. മിസ്റ്റർ വസിഷ്ഠൻ, ഐ എം സോറി യുവർ ഓണർ. കല്യാണം എന്ന് പറയുന്നത് 2 ജീവന്റെ നടുവിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഈ കാലത്തെ പിള്ളേർക്ക് അതിന്റെ ചെലവിനെ പറ്റി അറിയാം, പക്ഷെ അതിന്റെ മതിപ്പിനെ പറ്റി അവർക്കറിയില്ല. 2 കുട്ടികളുടെ അച്ഛനല്ലേ, താങ്കൾക്കത് മനസ്സിലാവാതിരിക്കില്ല. യുവർ ഓണർ, ഇതിനു മുമ്പ് ഇതുപോലത്തെ കേസുകൾ എന്തുകൊണ്ട് വന്നില്ല? എന്തുകൊണ്ടെന്നാൽ അവർ അന്യോന്യം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിധം അങ്ങനെയായിരുന്നു യുവർ ഓണർ. അതാണ് അവർ ആ ബന്ധത്തിന് കൊടുത്തോണ്ടിരുന്ന മതിപ്പ്. 2 പേർ ചേർന്ന് ജീവിക്കുമ്പോൾ ഇതുപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സഹജം. ഒരാൾക്ക് ചില സമയം വേണം എന്നങ്ങ് തോന്നും, മറ്റൊരാൾക്ക് വേണ്ടെന്നും തോന്നിയേക്കാം. ഇതേ സിറ്റുവേഷൻ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയാലോ? ഭാര്യയ്ക്ക് ആവശ്യം തോന്നുമ്പോ ഭർത്താവിന് അത് കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ അവനെ തുറന്ന് എന്താ വിളിക്കുക?
ഐ റിപ്പീറ്റ് യുവർ ഓർഡർ, ഇതൊരു ചീത്ത പ്രയോഗമല്ല, യഥാർത്ഥമായ സത്യം. ആണത്വമില്ലാത്തവരെന്ന് പറഞ്ഞ് ഡൈവേഴ്സ് വാങ്ങി പോകുന്ന നിറയെ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഈ ജനറേഷന്റെ മെന്റാലിറ്റി. ഞാൻ ദേ ഇതിപ്പോ പറയുന്നു, 40-50 വയസ്സിനകമുള്ള ആൾക്കാർ പലരും ഈ കാര്യം അനുഭവിച്ചിട്ടുണ്ട്. അവരിവിടെ വന്ന് ഞങ്ങളും ഇതുപോലുള്ള പല കാര്യങ്ങളിലും ബലിയാടായിട്ടുണ്ടെന്ന് നമ്മുടെ മുഖത്ത് നോക്കി തുറന്നു പറയാൻ പറ്റുമോ? നടക്കില്ല. ഒരു കടുകിന്റെ വലിപ്പമുള്ള പ്രശ്നത്തെ വലിച്ചു നീട്ടി ഒരു മലയാക്കി കാണിക്കുക. കോംപ്രമൈസ് ആയിട്ട് തീരേണ്ട കാര്യം കോടതി വരെ കൊണ്ടുവന്ന് ഒരു റെപ്യൂട്ടഡ് ഡോക്ടറിനെ നാടക്കെടുത്തിക്കൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയ ഈ കേസ് തള്ളിക്കളയണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്, യുവർ ഓണർ. അവസാനമായിട്ട് ഒരു കാര്യം, യുവർ ഓണർ, തെറ്റ് ചെയ്തു. ഫ്ലവർ വാസ് കൊണ്ട് അടിച്ചത് ശരിക്കും രാജ്കുമാർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് കോടതി അയാൾ എത്ര ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞാലും അതടയ്ക്കുവാൻ എൻ്റെ കക്ഷി തയ്യാറായിരിക്കും. ഐ റെസ്റ്റ് മൈ കേസ് ഹിയർ, യുവർ ഓണർ. മിസ്റ്റർ വിശ്വ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, ആദ്യം തന്നെ ഇടയ്ക്ക് കയറി ഒന്ന് സംസാരിച്ചതിന് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുക. മിസ്റ്റർ വിശ്വ, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട് സർ. മാരിറ്റൽ റേപ്പ്, ബലാത്കാരമായി ഭാര്യയെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ഇവരോടൊക്കെ എത്ര വിളിച്ചു കൂട്ടും ഇവരുടെ തലയിൽ കയറില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി സർ. ഒരു അപ്പാർട്ട്മെന്റിലെ 15 ഫ്ലാറ്റ് എടുത്ത അറ്റ്ലീസ്റ്റ് 4 ഫ്ലാറ്റിലെങ്കിലും നടക്കുന്ന കോമൺ ആയിട്ടുള്ള കുറ്റമാണ് സർ ഇത്. ഈ ലോകത്ത് എവിടെ നോക്കിയാലും ഒരൊറ്റ ദിവസം തന്നെ ഒരു മനുഷ്യന്റെ മേലെ വീണ്ടും വീണ്ടും മറ്റൊരു വ്യക്തി ചെയ്യുന്ന നീച പ്രവൃത്തിയാണ് സർ ഇത്. ഒരു നിരപരാധി പോലും ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് നമ്മൾ നിയമപുസ്തകത്തിൽ പഠിച്ചിട്ടില്ല സാർ. ആ പുസ്തകത്തിൽ ആരും അക്കോർഡിംഗ് ടു ലോ എന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. എല്ലാ വീടും കോടതിയെ പോലെയാണെന്ന് സാർ ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞത് കേട്ടില്ലേ? സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി കുടുംബത്തെ വേർപെടുത്തുന്ന എത്ര ആൾക്കാരെ എങ്ങനെയൊക്കെ പറയുള്ളൂ. ഇവിടെ നടക്കുന്ന ഒന്നും ആരോടും വിളിച്ചു പറയാൻ കഴിയാതെ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും, എന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ ബന്ധുക്കാരെന്ത് വിചാരിക്കുന്ന ഓർത്ത് ആരോടും ഒന്നും പറയാൻ കഴിയാതെ വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന 1000 പേരുണ്ട് സാർ ഇവിടെ. 1000 സ്ത്രീകൾ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിലുണ്ടെന്ന് അറിയാത്ത ഒരുപാട് വിക്ടിംസ് ഉണ്ട് സാർ ഇവിടെ. ഇങ്ങനെയുള്ള അനേക സ്ത്രീകൾ എന്റെ അടുത്ത് വന്ന് അവരുടെ വേദന എന്നോട് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ മിഴിച്ചു നിൽക്കുന്ന ആളാണ് സാർ ഞാൻ. ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് 5 വർഷം ലോ പഠിച്ചിട്ട് വന്നവനാണ് സാർ ഞാൻ. അതുകൊണ്ട് തന്നെയാണ് സാർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. എത്ര മാസം അയാൾ ഈ സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ടാവും സാർ. പൂജ മുറിക്കുള്ളിൽ ഇരുന്നാലും വിടില്ല, പീരിയഡ്സ് ആണെങ്കിലും വിടില്ല. ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് റേപ്പ് ചെയ്തു എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ ധൈര്യത്തോടെ വന്ന ആ സ്ത്രീയെ ഫ്ലവർ വേസിന്റെ ഫൈൻ അടയ്ക്കാന്ന് പറഞ്ഞത് കേട്ടില്ല സർ. എമോഷണൽ ആയിട്ട് സംസാരിച്ച് കേസ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ച കേസ് ജയിക്കും. ഒരു ലോയർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ല എനിക്ക്. അവിടെ ഇരിക്കണം. ഏയ്, ആരാടാ അത്? ഓർഡർ, ഓർഡർ. മിസ്റ്റർ വിശ്വ, യു കണ്ടിന്യൂ.